മക്കളെ ഒന്ന് കൂട്ടി വെച്ച് നോക്കി. വജഅൽന സിറാജൗ വഹാജ വജഅൽനാ സിറാജൗ വഹാജ. അല്ലേ? അങ്ങനെ നമുക്ക് കൂട്ടി വായിക്കാൻ പഠിക്കണം. മദ്രസ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പഠിക്കാനും പഠിപ്പിക്കാനും പറ്റിയ രൂപത്തിൽ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കുട്ടികളായതുകൊണ്ട് തന്നെ ആ ഓതുന്ന രൂപം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. മക്കളെ സാധാരണ നമുക്ക് നല്ല ഉഷാറായിട്ട് ഓതണം. ക്ലാസ് കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക? നല്ല ഉഷാറായിട്ട് ഓതുക. ഇത് സൂറത്തുൻ നബഅ അമ്മ യതസാഅലൂൻ അല്ലേ? ആ സൂറത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ഏതായാലും 12 ആയത്ത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയിട്ടുണ്ട്. ആ ക്ലാസ് വേണ്ട ആളുകൾ എന്ത് ചെയ്യുക? ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ആ ക്ലാസ് കാണിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ മേലേതാ ഒരു ഐക്കൺ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. മേലെ ഈ കാണുന്ന അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. മേലുണ്ട് ഈ വലത് ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ ഒന്നാം ഭാഗം കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓതാം. 12 ആയത്ത് വരെയാണ് ഓതിയിരുന്നത്. ഇൻഷാ അല്ലാഹ് കാണുന്നവർക്ക് എന്ത് ചെയ്യുക? നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. എന്ത് ചെയ്യുക? ക്ലാസ് ഇഷ്ടമാകുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ലൈക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുമെന്ന് കമൻറ്റും നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമെന്നും രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عَمَّ يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا. وجعلنا الليل لباسا وجعلنا النهار معاشا. النهار കൂട്ടി വയ്ക്കുമ്പോൾ وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا. അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയത്. ഇൻഷാ അല്ലാഹ് 13ാമത്തെ ആയത്ത് മുതൽ എല്ലാവരും നോക്കണില്ലേ? ഖുർആനിൽ നോക്കുക, അല്ലെങ്കിൽ പിന്നെ ഫോണിൽ നോക്കുക. നോക്കി ക്ലാസ് കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക? വിശുദ്ധ ഖുർആനിലേക്ക് തന്നെ നോക്കിയിട്ട് പഠിക്കണം. ഇൻഷാ അല്ലാഹ് മനോഹരമായിട്ട് നല്ല ശൈലിയിൽ നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം? നമ്മളൊക്കെ ഓതണം. മക്കളെ ഇൻഷാ അല്ലാഹ് ഉഷാറാക്കൂല്ലേ? ഇൻഷാ അല്ലാഹ്. വജഅൽന കൂട്ടി വയ്ക്കൽ ഇങ്ങനെ വജഅൽന കൂട്ടി വയ്ക്കുമ്പോൾ വജഅൽന സിറാജൗ വഹാജ വജഅൽന സിറാജൗ വഹാജ. അവിടെ നിയമങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികളാണ് ഓതേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. സിറാജം എന്ന് പറയരുത്. സിറാജൗ വഹാജ وأنزلنا من المعصرات ماء ثجاجا. അവിടെ നീട്ടാനുണ്ട് അല്ലേ? ഒരു ചിഹ്നം കിട്ടിയില്ലേ? ആ വളഞ്ഞ ചിഹ്നം അത് നീട്ടാനുള്ളതാണ്. മാഅൻ സജ്ജാജ
സ എന്നെങ്ങനെ പറയാ? സ നാവിൻ്റെ തലഭാഗം അല്ലേ, നാവിൻ്റെ തുമ്പള്ളി തലപ്പ് അത് അല്പം നേരിയ ചെറിയ നിലക്ക് പുറത്തേക്ക് വന്നിട്ട് മേലേ പല്ലുണ്ടല്ലോ, മേലത്തെ പല്ല്, ആ പല്ലിൻ്റെ മുൻഭാഗത്തുള്ള പല്ലുണ്ടല്ലേ അതിൻ്റെ താഴെ ഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ അല്പം നാവ് അല്പം ഒന്ന് പുറത്തേക്ക് ഇട്ടെന്ന് പറഞ്ഞിട്ട് ശരിയാവാത്ത എന്ത് ചെയ്യുക, നാവ് അല്പം പുറത്തേക്ക് ഇട്ടിട്ട് പറയാം സ. അടുത്ത ആയത്ത് അല്ലേ, ഒന്ന് നോക്കി. ലി നുഖ്രിജ, എത്ര അക്ഷരമുണ്ട്? ലി നുഖ് അല്ലേ, തൊണ്ടയുടെ നമ്മുടെ കഴുത്തിന്റെ മേലേ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ്. രക്ഷിതാക്കൾ ഒന്ന് കാണിച്ചു കൊടുക്കുക. ലി നുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത, ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. ഇങ്ങനെ ശബ്ദുള്ള നൂനും മീമും ഒക്കെ എന്ത് ചെയ്യണം? മണിക്കണം. മണിക്കൽ ഇങ്ങനെ മക്കളെ പറയാം, മൂക്കൊണ്ട് എന്ന് പറയല്ലോ, അതന്നെ. വജന്നാത്തിൻ അൽഫാഫ. ഒന്നുകൂടി. ഇന്ന അവിടെ കണ്ടില്ല, ശബ്ദുള്ള നൂന് കണ്ടില്ല. ആദ്യത്തെ അക്ഷരം ഏതാ? ഇ എന്നുള്ളതാണ്. ആദ്യത്തെ അക്ഷരം ഏതാ? ഇ. രണ്ടാമത്തെ അക്ഷരം അല്ലെ, ഇന്ന. എങ്ങനെ പറയാ? ഇന്ന പോരാ, ഇന്ന പോരാ, ഇന്ന പോരാ. ഒന്ന് പറഞ്ഞു നോക്കി മക്കളെ. ഇന്ന പോരാ, മണിക്കണം. ഇന്ന ഇന്ന യൗമൽ എന്ന് പറഞ്ഞാൽ പോരാ. ഇന്ന യൗമൽ ഫസ്ലി, ഇന്ന എന്ന് പറയണം. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. യൗമൽ, അവിടെ ലാമിന് സുക്കൂൻ കണ്ടില്ലേ? ലാമിന് സുക്കൂൻ ഉണ്ടോ ഇല്ല നോക്കി, ഉണ്ടല്ലോ അല്ലേ. അപ്പൊ യൗമൽ ഫസ്ലി കാന മീഖാത. കാന മീഖാ, രണ്ടും കാഫ് വ്യത്യാസമുണ്ട്. ഒന്ന് കാഫാണ്, ഒന്ന് ഖ. കാന മീഖാത. ഒരായത്ത് കൂടി. യൗമ യുൻഫഖു ഫിസ്സൂരി. ഇങ്ങനെ ഫിസ്സൂരി, ഫീ എന്നുള്ളത് കുട്ടി വായിക്കുമ്പോൾ ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. അഫ്വാജ ഫതഅതൂന എന്ന് പറയുന്നത് ഫതഅതൂന അഫ്വാജ. അഫ്വാജ. ഒന്ന് ഓതി നോക്കി അല്ലേ. وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا. അടുത്തേ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. നോക്കിയിട്ട് തന്നെ വായിക്കണം കേട്ടോ, നോക്കി വായിക്കാൻ പഠിക്കണം. കാണാതെ വായിക്കാൻ കേട്ട് പഠിച്ചാൽ മതി, അത് പോരാ, നോക്കിയിട്ട് വായിക്കാൻ കിട്ടണം. ആദ്യത്തെ ബാധ്യത ഇന്ന, കഴിഞ്ഞിട്ടുള്ള അക്ഷരം യാ കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? യൗമ. പിന്നെ കഴിഞ്ഞിട്ട് ലാമിന് സുക്കൂനുണ്ട്. യൗമൽ ഫസ്ലി കാന ഇങ്ങനെ വായിക്കല് മീഖാത. കുട്ടി വായിക്കല് മനസ്സിലായില്ലേ? യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. നേരെ കൂട്ടി വായിക്കുന്ന കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, അല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യണം? അപ്പൊ ഈ രൂപത്തിലാണ് ഓതി പഠിക്കേണ്ടത്. ഓരോ അക്ഷരങ്ങൾ എന്ത് ചെയ്യാം, രക്ഷിതാക്കൾ എന്ത് ചെയ്യാം, ഓരോ അക്ഷരങ്ങൾ ചോദിച്ച് ഇങ്ങനെ കാണാതെ എന്ത് ചെയ്ത് യൗമ. മക്കളെ പറയും യൗമ യുൻഫഖു പറഞ്ഞോളി. ഫിസ്സൂരി
ഫിസ്സൂരി ഫതൂന ഫതൂന അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ തിരിയില്ല. കാലാകാലം ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ അക്ഷരങ്ങൾ തിരിച്ചു കൊടുക്കുക. യാ രണ്ടാമത്തെ അക്ഷരത യാ വ്, മൂന്നാമത്തെ അക്ഷരത മ യവ് മ. യവ് മ എന്നാണോ? വാവിന് സുക്കൂന് വരുമ്പം യവ് മ എന്ന് മോൻ വായിച്ചത് ശരി തന്നെ അല്ലേ? മോൻ വായിച്ചത് ശരി തന്നെയാണ്, യവ് മ. പക്ഷേ വാവിന് സുക്കൂൻ വന്നാൽ മുമ്പ് ഫത്ത് ആകുമ്പോൾ ചെയ്യും യവ് എന്നല്ല യവ് എന്നാവും. യവ് അല്ലേ? ബവ് ബൗ പറയില്ലേ? മവ് മൗ, തവ് തൗ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മക്കളെ. അപ്പം അത് രക്ഷിതാക്കൾക്ക് പ്രത്യേകം അതൊന്ന് പറഞ്ഞു കൊടുക്കുക. യൗമ യുൻഫഖു ഫിസ്സൂരി ഫിസ്സൂരി ഫതൂന അഫ്വാജ. ഈ രൂപത്തിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളെ നല്ല ഉഷാറായിട്ടാണ് ആമീൻ പറഞ്ഞാണി. ആമീൻ അല്ലേ? അല്ലാഹു തആല നമ്മളൊക്കെ നല്ല കുട്ടികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മയും നമ്മുടെ നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നമ്മുടെ കുടുംബത്തിലും നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാർക്കൊക്കെ എല്ലാവരെയും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.